പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സർവാധിപതിയായി സ്വയം പ്രഖ്യാപിച്ച ആളാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ. സോറി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പദവി മറ്റെന്തോ ആണ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതെങ്കിൽ അത് എന്ത് തന്നെ ആയാലും ആജീവനാന്തം ജയിലിൽ പോകില്ല എന്ന ഉറപ്പും 2030 വരെ അധികാരവും രാജ്യത്തിന്റെ താക്കോലും എല്ലാം പോക്കറ്റിലാക്കി നിൽക്കുന്ന മുനീറിന് പക്ഷെ ഇപ്പോൾ കൺപോള അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം വാഷിംഗ്ടണിൽ നിന്നുള്ള ആ ഫോൺ വിളിയാണ്. ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ കാവൽക്കാർ എന്ന് വീമ്പിളക്കിയിരുന്ന പാക് സൈന്യം ഒടുവിൽ ഇപ്പോൾ ഇസ്രയേലിന്റെ സെക്യൂരിറ്റി ഗാർഡുകളാകേണ്ട ഗതികേടിലേക്കാണോ, അവസ്ഥയിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കയ്യിൽ ആണവായുധവും അരയിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന പാകിസ്ഥാന് അമേരിക്ക എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി സ്വന്തം ആദർശം പണയം വെക്കേണ്ടി വരുമോ? ഒരു ഭാഗത്ത് ജൂതൻ, മറുഭാഗത്ത് ഹമാസ്. നടുക്കടലിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി ചീഫ്. മുനീർ കുടുങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയ്ക്കായി ഒരു 20 ദിന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2 വർഷമായി തകർന്നടിഞ്ഞ ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഒരു മുസ്ലിം സേന വേണം. ആ സേനയിലേക്ക് സൈന്യത്തെ അയക്കാൻ ട്രംപ് കണ്ടുവച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, സാക്ഷാൽ പാകിസ്ഥാനെ തന്നെയാണ്. പണം തരണമെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണമെന്ന അമേരിക്കൻ തിയറി തന്നെയാണ് ഇവിടെയും ട്രംപ് നടപ്പാക്കുന്നത്. ഇതിനായി വരുന്ന ആഴ്ചകളിൽ മുനീർ ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പറക്കും. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് മുനീർ ട്രംപിനെ കാണാൻ ഓടിയെത്തുന്നത്. സ്വന്തം രാജ്യത്തെ സിവിലിയൻ സർക്കാരിനെ പോലും അറിയിക്കാതെ വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനൊപ്പം തനിച്ച് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയെടുത്ത സൗഹൃദം, ആ സൗഹൃദം തന്നെയാണ് മുനീറിന് ഇപ്പോൾ വിനയായിരിക്കുന്നത്. അന്ന് വൈറ്റ് ഹൗസിൽ ഇരുന്ന് കഴിച്ച ബിരിയാണിയുടെ കാശ് ഇന്ന് സ്വന്തം സൈനികരുടെ ജീവൻ പണയം വെച്ച് വീട്ടേണ്ടി വരുമെന്ന് മുനീർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഇവിടെയാണ് പാകിസ്ഥാന്റെയും മുനീറിന്റെയും യഥാർത്ഥ ഗതികേട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുനീർ ഇപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിനും നടുവിലായിട്ടാണ്. ഒന്നാമത്തെ പ്രശ്നം സാമ്പത്തികമാണ്. രാജ്യം പാപ്പരായി നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ കാരുണ്യമില്ലാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാനാവില്ല. ട്രംപിന്റെ ആവശ്യം നിരസിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോളറുകൾ നിലയ്ക്കും. അതോടെ പാകിസ്ഥാൻ പൂർണ്ണമായി തകരും. എന്നാൽ രണ്ടാമത്തെ പ്രശ്നമാണ് അതിലും വലുത്. ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുക എന്നാൽ അവിടെയുള്ള ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ സഹായിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അലങ്കരിക്കുന്ന പദവിയെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നൊക്കെ ഡെക്കറേഷൻ ഇട്ട് മുനീർ വിളിക്കുമായിരിക്കും. പക്ഷേ വാസ്തവത്തിൽ അമേരിക്കയുടെ വാടക ഗുണ്ടയുടേതാണ് മുനീറിന്റെ പണി. അങ്ങനെ തന്നെ അതിനെ പറയേണ്ടി വരും. കാരണം ഇസ്രയേലിന് വേണ്ടി പാക് സൈന്യം ഹമാസിനെതിരെ തോക്കെടുക്കേണ്ടി വരും. ഇസ്രയേലിനെതിരെ വാളെടുക്കേണ്ടവർ തന്നെ ഇസ്രയേലിന് വേണ്ടി തോക്കെടുക്കുന്നു. ഇതിലും വലിയ തമാശ മറ്റെന്തെങ്കിലും ഉണ്ടോ? പക്ഷേ പാകിസ്ഥാനിൽ അതൊരു തമാശയല്ല. കാരണം പാകിസ്ഥാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇസ്രയേൽ വിരുദ്ധ വികാരം കൊണ്ട് നടക്കുന്നവരാണ്. സ്വന്തം സൈന്യം ജൂതരാഷ്ട്രത്തിന് വേണ്ടി കൂലിപ്പണിക്ക് പോയി എന്നറിഞ്ഞാൽ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം ഉറപ്പാണ്. ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനും പുറത്തുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളും കാത്തിരിക്കുന്നത് മുനീറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വീഴ്ചയ്ക്ക് വേണ്ടിയാണ്. അസീം മുനീർ ഇസ്രയേലിന്റെ ഏജന്റാണ് എന്നൊരു മുദ്രാവാക്യം പാക് തെരുവുകളിൽ മുഴങ്ങിയാൽ പിന്നെ മുനീറിന്റെ കസേര തെറിക്കാൻ അധികം താമസമില്ല. നോക്കൂ, 2030 വരെ കാലാവധി നീട്ടി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താൻ പറ്റാത്ത വിധം നിയമം മാറ്റി കരനാവിക വ്യോമ സേനകളുടെ എല്ലാം തലവനായി സർവശക്തനായി ഇരിക്കുകയായിരുന്നു അസീം മുനീർ. പക്ഷെ വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരൊറ്റ ഉത്തരവിന് മുന്നിൽ ഈ അധികാരമെല്ലാം വെറും നോക്കുകുത്തിയായി മാറുകയാണ്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ സ്വന്തം നാട്ടുകാർ കൊല്ലും, അയച്ചില്ലെങ്കിൽ അമേരിക്ക പട്ടടിക്കിടും. ലോകത്തിലെ ഏക ആണവായുധമുള്ള മുസ്ലിം രാജ്യം എന്നൊക്കെ വീമ്പിളക്കുന്ന പാകിസ്ഥാന് ഒടുവിൽ സ്വന്തം നിലനിൽപ്പിനായി ഏത് ചെരുപ്പ് നക്കാനും മടിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുനീർ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.